ഇത് വായിലിട്ട് കഴിയുമ്പോഴത്തേനും പൊട്ടിത്തെറിക്കും. ആ സംഭവമാണിത്. മാജിയോ ഇത് പറഞ്ഞു പെർഫ്യൂം അതിൻ്റെ രീതിയിലുള്ള ഒരു മണവും ഇല്ല, ഒരു ഗുണവും ഇല്ല, കാര്യങ്ങളൊന്നുമില്ല. അപ്പോഴേ നമുക്ക് മനസ്സിലായി ചാത്തനാണ് എന്നുള്ള. പിന്നെ കിച്ചൺ സെറ്റ് വിത്ത് റെഡിമെയ്ഡ് ഓംപ്ലേറ്റ്. കിച്ചൺ എനിക്ക് ചെയ്തെന്ന് വെച്ചാൽ അതേപടി എടുത്ത് വേസ്റ്റ് ബിന്നിനകത്തിട്ടു. വേറെ ഓപ്ഷൻ ഇല്ല. ഗൾഫുകാർ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ ഒക്കെ അച്ഛൻ ഗൾഫിലായിരിക്കും. അപ്പോൾ അവർ ഇത് കൊണ്ടുവരും. ഒളിമ്പ്യൻ അന്തോണി യാദവ് സിനിമയ്ക്കകത്ത് മോഹൻലാലാണെന്നുണ്ടെങ്കിൽ മറ്റേ ആ പോമറേനിയൻ പട്ടിയുള്ള ആ പെങ്കൊച്ചുണ്ടല്ലോ, ആ വാഷിംഗ് മെഷീൻ ഡിറ്റർജൻ്റ് ഒക്കെ ഉണ്ട്. ഇതെന്തോ ഞാൻ ഓണാക്കി നോക്കിയിട്ടില്ല, ഇതെന്തോ വർക്കാകുന്നതാണ്. ഇതിനകത്തിട്ട് കഴുകാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. പക്ഷേ ഇതെന്തോ ലൈറ്റ് കത്തുന്ന ഷൂ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ നാട്ടിലോട്ട് പോകാനുള്ളൊരു പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം പെട്ടിയൊക്കെ പാക്ക് ചെയ്യണം. സാധനങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം ഒരു 98% എല്ലാം മേടിച്ചു. ഇനി എൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു പാക്ക് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എന്തൊക്കെ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത് നിങ്ങളൊന്ന് കാണിച്ചു തരാം. ചിലർക്കാണെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി കാണുമല്ലോ, ഗൾഫിൽ നിന്ന് വരുന്ന ടൈമിൽ പ്രവാസികൾ എന്തൊക്കെയാണ് നാട്ടിലോട്ട് കൊണ്ടുവരുന്നത്. ഒരുപാട് വീഡിയോസ് ഉണ്ട് ഇതിൻ്റെ. എന്നാലും എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, ഞാനൊരു ചാനൽ പുതിയതായിട്ട് തുടങ്ങുന്ന ടൈമിൽ ഇതൊക്കെ സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിക്കണമെന്നുള്ളത്. സോ ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ അതായിക്കോട്ടെ. വീഡിയോയിലോട്ട് പോകും. റൂമിലെ സ്ഥലം വളരെ ലിമിറ്റഡ് ആയതുകൊണ്ട് ഞാൻ ഓൾറെഡി എല്ലാം 2-3 പെട്ടിയിലോട്ടാക്കി. അത് ഫൈനൽ പാക്കിംഗ് അല്ല, ജസ്റ്റ് ഇവിടെ മിസ്സായിട്ട് കിടന്നുകൊണ്ട് ഞാനാണെങ്കിൽ എല്ലാം കൂടെ എടുത്ത് പെട്ടിക്കകത്ത് ഇട്ടാൽ. ഇനി അതെല്ലാം എടുത്ത് എനിക്കിനി പാക്ക് ചെയ്യുന്ന ടൈമിൽ അതെല്ലാം എടുത്ത് വെളിയിടണം. ഇട്ടിട്ട് ഒന്നേന്ന് പറഞ്ഞ് വെയിറ്റ് എല്ലാം തൂക്കി ആണ് പാക്ക് ചെയ്യേണ്ടത്. പിന്നെ ഈ പെട്ടിയുടെയൊക്കെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെട്ടി ഉണ്ടല്ലോ, നമ്മുടെ നോർമൽ പണ്ടത്തെ ഈ വരുന്ന തുണിയുടെ ടൈപ്പ്, ഇത് പുതിയ മോഡൽ ഇങ്ങനത്തെ ഇറങ്ങുന്നത്. ഈ തുണിയുടെ മോഡലിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രവാസികളാണ് കൂടുതൽ ഈ പെട്ടിയുടെ ഇത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ്. ഇങ്ങനത്തെ ഒരു 3 പെട്ടിയൊക്കെ നമ്മൾ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ തന്നെ 3 പെട്ടിക്ക് തന്നെ 10 കിലോ പോയി കിട്ടും. കാരണം ഈ തുണിയുടെ പെട്ടിക്ക് തന്നെയൊക്കെ ആണെങ്കിൽ 3 കിലോ 3.5 കിലോ അതിന് തന്നെ വരും. മറ്റേ നോർമൽ ആ പ്ലാസ്റ്റിക്കിൻ്റെ പെട്ടി എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അതിന് ഏകദേശം ഒരു 2-2.5 കിലോ അങ്ങനെ ഒരു 3 പെട്ടിയൊക്കെ നമ്മൾ അങ്ങനെ തന്നെ എടുക്കുമ്പോഴത്തേക്കിനും ഒരു 10 കിലോ അങ്ങനെ പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രവാസികൾ കൂടുതൽ ഈ കാർഡ്ബോർഡ് ബോക്സ് മേടിച്ചിട്ട് അതിന് വലിയ വെയിറ്റ് ആവുന്നില്ലല്ലോ, അതിന് വലിയ വെയിറ്റും ഇല്ല. പിന്നെ പെട്ടി മേടിക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 100 ദിർഹംസ് 150 ദിർഹംസ് അങ്ങനെ പെട്ടിക്ക് പോകും. ഈ കാർഡ്ബോർഡ് ബോക്സ് ആണെങ്കിൽ 20 കിലോ കൊള്ളുന്ന കാർഡ്ബോർഡ് ബോക്സിന് ഏകദേശം ആണെങ്കിൽ ഒരു 8 ദിർഹംസേ ആവുന്നുള്ളൂ. നമുക്ക് 20 കിലോ അതിനകത്ത് വെക്കാൻ കപ്പാസിറ്റി ഉണ്ട്. അതാണ് കൂടുതലും മെയിൻ. ആ പൈസയുടെ ഉദ്ദേശിച്ചിട്ടല്ല, വെയിറ്റ്. കാരണം നമുക്ക് ഇപ്പം നോർമൽ ഒരു പെട്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2-3 കിലോ അങ്ങനെ പോകും. കാർഡ്ബോർഡ് ബോക്സിന് ആണെങ്കിൽ ഇത്ര ഗ്രാമേ ഉള്ളൂ. അപ്പം നോർമൽ പെട്ടിക്കകത്ത് വെക്കുമ്പോഴേ നമുക്ക് 2-3 കിലോ കുറച്ചേ അതിനകത്ത് ഇടാനൊക്കത്തുള്ളൂ. കാർഡ്ബോർഡ് ബോക്സ് ആകുമ്പോൾ ആ ഒരു 2-3 കിലോ കൂടെ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാം. അങ്ങനെയാണ് കാർഡ്ബോർഡ് ബോക്സിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. എനിക്ക് കാർഡ്ബോർഡ് ബോക്സ് ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട് വാങ്ങുന്ന കാര്യം. അത് ഓൾറെഡി വെയിറ്റ് എല്ലാം നോക്കി, വെയിറ്റ് ഓവർ വെയിറ്റ് ആകുവാണെന്നുണ്ടെങ്കിൽ കാർഡ്ബോർഡ് ബോക്സ് മേടിച്ച് ഒരു കാർഡ്ബോർഡ് ബോക്സ് വല്ലതും മേടിച്ചിട്ട് അതിനകത്തോട്ട് സാധനം ആക്കുക. പിന്നാണെങ്കിൽ 1-2 പെട്ടി എടുക്കാം. അങ്ങനത്തെ ഉള്ളൊരു ഇതാണ്. അപ്പം ഞാൻ ഓരോരോ പെട്ടിയായിട്ട് കാണിക്കാം. ഇത് ഡേറ്റ്സിൻ്റെ ഒരു ചോക്ലേറ്റ് ടൈപ്പ് സംഭവമാണ്. അകത്ത് ഡേറ്റ് ഫില്ലിങ് വരും, വെളിയിലാണെന്നുണ്ടെങ്കിൽ വേഫർ ടൈപ്പ് വരുന്നത്. അതിൻ്റെ ഒരു 2 എണ്ണം മേടിച്ചു. പിന്നെ ഇത് പിള്ളേർക്ക് പെൻസില്, പിന്നെ ഗോൾഡൻ കളറിലെ സ്പൂണ്. ഇതിന് എന്തോ 1 ദിർഹംസ് എന്തോ ഉള്ളൂ കേട്ടോ. പിന്നെ 1 ദിർഹംസോ 2 ദിർഹംസോ എന്തോ. ഡിസ്കൗണ്ട് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടയുണ്ട്. ഇവിടെ ആണെങ്കിൽ ഡേ ടു ഡേ ഡിസ്കൗണ്ട് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള 1 to 10 1 to 20 എന്ന് പറയുന്ന കടയുണ്ട്. നാട്ടിലത്തെ നമ്മുടെ ചൈനീസ് ബസാറോ ബോംബെ ബസാർക്ക് അങ്ങനത്തെ ഒരു സംഭവമില്ലേ, അത് കൂട്ടത്തെ കട എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പം ഏതെങ്കിലും ചൈനീസ് ബസാർക്ക് നമ്മൾ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒക്കെ പറമ്പിലാണെന്നുണ്ടെങ്കിൽ മറ്റേ എന്താ ഷീറ്റ് എന്താ പറയുന്നത്. അപ്പം ഞാൻ ഓരോ പെട്ടിയായിട്ട് കാണിക്കാം.
ഫസ്റ്റ് പെട്ടി. ഇത് മറ്റേ ഡേറ്റ്സ് അകത്ത് ഫില്ലിംഗ് ആയിട്ട് വെച്ചിട്ട് വെളി വേഫർ ടൈപ്പ് അങ്ങനെ വരുന്ന സംഭവം. അതിലത്തെ ഒരു രണ്ടെണ്ണം മേടിച്ചു. ഇത് പിന്നെ പിള്ളേർക്ക് പെൻസില്, പിന്നെ ഗോൾഡൻ കളറിലെ സ്പൂണ്. ഇത് സംഭവം ഇതിന് 1 ദിറംസോ ഇത്രയും സെറ്റിന് 1 ദിറംസോ 2 ദിറംസ് അങ്ങനെ എന്തോ ഉള്ളൂ ഇതിന്. ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ ആണെങ്കിൽ ഡിസ്കൗണ്ട് സെൻറ്റർ എന്ന് പറയുന്ന സംഭവമുണ്ട്. ഡിസ്കൗണ്ട് സെൻറ്റർ, ഡേ ടു ഡേ, 1 to 10, 1 to 20. നമ്മുടെ ഈ നാട്ടിലത്തെ ബോംബെ ബസാറ് എന്നൊക്കെ പറയത്തില്ലേ, ബോംബെ ബസാറ്, അതുപോലെ തന്നെ അങ്ങനത്തെ ഒക്കെ സംഭവം ഉണ്ടല്ലോ. ആണെങ്കിൽ ഒരു പറമ്പിലാണെന്നുണ്ടെങ്കിൽ മറ്റേ ടാർപ്പൊക്കെ വലിച്ചു കെട്ടി ടെൻറ്റ് പോലെ അടിച്ച് അതിനകത്ത് ഒരുപാട് സാധനങ്ങൾ കാണുമല്ലോ. ചെറിയ 10 രൂപ, 5 രൂപ, 20 രൂപ, അത് കൂട്ടത്തെ വില വെച്ച് നോക്കുമ്പം എന്ന് വെച്ചാൽ ഇതങ്ങനെ ടെൻറ്റ് അടിച്ച് ഉള്ള സംഭവമല്ല. ഇത് പ്രോപ്പർ കടയാണ്, വലിയൊരു ഷോപ്പ് കൂട്ടത്തെ പ്രോപ്പർ കട. ഇവിടെ 1 to 10, 1 തൊട്ട് 10 ദിറംസിനകത്തുള്ള സാധനങ്ങൾ, 1 തൊട്ട് 20 ദിറംസിനകത്തുള്ള സാധനങ്ങൾ എന്ന് വെച്ചാൽ അത് മാത്രമല്ല 20-നും 10-നും മുകളിലോട്ടുള്ള സാധനങ്ങളും ഉണ്ട്. പിന്നെ കോമൺ ആയിട്ട് എല്ലാത്തിനും 1 ദിറംസ്, 2 ദിറംസ്, 5 ദിറംസ്, 10 ദിറംസ് അങ്ങനെ കിട്ടും. ക്വാളിറ്റിയും വലിയ കുഴപ്പമില്ല, എന്ന് വെച്ചാൽ വലിയ ക്വാളിറ്റി പ്രതീക്ഷിച്ച പോലെ തരക്കേടില്ലാത്ത ക്വാളിറ്റി കിട്ടും. പിന്നെ ചില കടയുണ്ട്, അവിടെയാണ് നമ്മളെ ഈ ടൈഗർ ബാം, മൂവ്, ഷാമ്പൂ. നമ്മൾ ഷാമ്പൂ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലുലുവിലോ നെസ്റ്റോയിലോ ഒക്കെ ചെന്ന് നോക്കുമ്പോൾ വലിയ വിലയായിരിക്കും. നമ്മൾ ബ്രാൻഡഡ് ഷാമ്പൂനും കാര്യങ്ങളൊക്കെ അവിടെ ചെന്ന് നോക്കുമ്പോൾ, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ലുലു പോയി നോക്കി ഒരു ഷാമ്പൂവിന്, ലോറിയലിൻ്റെ ഒരു ഷാമ്പൂവിന് 30 ദിറംസ് എന്ന് വിചാരിച്ചു. അവിടെ പോയി കഴിഞ്ഞാൽ 10 ദിറംസ്, 15 ദിറംസിന് കിട്ടും. പക്ഷേ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലുലുവിലും ഒക്കെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനലായിരിക്കും. ഇങ്ങനത്തെ കടയിൽ കിട്ടുന്നത് ചാപ്പനായിരിക്കും. അതാണ് വ്യത്യാസം. ടൈഗർ ബാം ഞങ്ങൾ ഒരു ദിവസമാണെന്നുണ്ടെങ്കിൽ, ഈ കടയുടെ പേര് ഞാൻ പറയുന്നില്ല, ഇതുപോലത്തെ ഒരു കടയിൽ ഞങ്ങളാണെങ്കിൽ ഇങ്ങനെ പോയി. എല്ലാ കടയിലും അങ്ങനെ കിട്ടുമെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. ചിലയിടത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ഡേ ടു ഡേയിലൊക്കെ പോകുന്നിടത്തൊക്കെ ആണെങ്കിൽ ഒറിജിനൽ സാധനമൊക്കെയാണ് കൂടുതലും കിട്ടാറുള്ളത്. പിന്നെ 1 to 20 പോകുന്നിടത്ത്. പിന്നെ ഞങ്ങൾ വേറൊരു കടയിൽ പോയി, ഇവിടെ ഷാർജയിൽ തന്നെ അടുത്തുള്ളൊരു കടയാണ്. അവിടെ പോയിട്ട് മൂവ് എടുത്ത് ഓപ്പൺ ചെയ്ത് മേടിച്ചോണ്ട് വന്നു. ഇത് നമ്മളിതുപോലെ യൂസ് ചെയ്യാൻ വേണ്ടി ഓപ്പൺ ചെയ്ത് മണപ്പിച്ച് നോക്കിയപ്പോഴേ മൂവിൻ്റെ രീതിയിലുള്ള ഒരു മണവും ഇല്ല, ഒരു ഗുണവും ഇല്ല, കാര്യങ്ങളൊന്നുമില്ല. അപ്പോഴേ നമുക്ക് മനസ്സിലായി ചാത്തനാണ് എന്നുള്ള സംഭവം. പിന്നെ ഞങ്ങൾ നെസ്റ്റോയിൽ ഇവിടെ പോയപ്പം ഒറിജിനൽ മൂവ് അവിടുന്ന് മേടിച്ച് നോക്കിയപ്പം അതിന് മൂവിൻ്റെ മണമുണ്ട്. രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നോക്കിയപ്പം മറ്റേത് ചാത്തനും ഇത് ഒറിജിനലും അങ്ങനത്തെ. അപ്പോൾ ചില ഇത് പക്ഷേ അങ്ങനെയല്ല, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പാത്രങ്ങൾ ഒക്കെ 5 ദിറംസ്, 10 ദിറംസിനൊക്കെ കിട്ടും. പിന്നെ ഇത് ടിഫാനിയുടെ ചോക്ലേറ്റ്, ഇത് കിലോയ്ക്ക് 14 ദിറംസ് എന്തോ. ഇത് ഷോപ്പ് ചെയ്യാൻ പോയ വീഡിയോ, ദുബായി പോയ വീഡിയോ അതാണ് ഫസ്റ്റ് വീഡിയോ. അത് ആരെങ്കിലും കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഞാനാണെങ്കിൽ ഇവിടെ കൊടുത്തേക്കാം, പോയി കണ്ടു നോക്കിയോ. ഇതൊക്കെ അവിടെ നിന്ന് മേടിച്ചാണ്. ഇത് മറ്റേ പിസ്താഷ്യോടെ അകത്ത് പിസ്താഷ്യോ ഫില്ലിങ്, വെളിയിലാണെങ്കിൽ ചോക്ലേറ്റ് കോട്ടിങ്. അതാണിത്. ഇത് എക്ലൈഡ്സിൻ്റെ പല മോഡൽ, അതാ മഞ്ഞ, വെള്ള, ചുമല, മഞ്ഞ, വെള്ള, അങ്ങനെ വരുന്ന എക്ലൈഡ്സിൻ്റെ പല മോഡൽ. ഇത് എമനം. ഇത് പിന്നെ നല്ലൊരു ചോക്ലേറ്റാണ്. ഇതിന് വലിയ വിലയൊന്നുമില്ല കേട്ടോ. ഇതിന് 15 ദിറംസ്, 20 ദിറംസ് എന്തോ കിലോയ്ക്കുള്ളൂ. ഇത് 2 ഇതിലാണ് വരുന്നത്. വൈറ്റ് ചോക്ലേറ്റും വരും, ഡാർക്ക് ചോക്ലേറ്റും വരും, നോർമൽ ചോക്ലേറ്റ്. ഇത് വേഫർ റോൾ ടൈപ്പ് വരുന്നത്, നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്കകത്ത് ഇതെല്ലാം ഷോപ്പ് ചെയ്യുന്നുണ്ട്. ഇത് അവിടെ നിന്ന് മേടിച്ചാൽ കിലോയ്ക്ക്. ഇത് റോസ്റ്റഡ് കാഷ്യൂനട്ട്, ഇത് കിലോയ്ക്ക് 40 ദിറംസ്. അതുപോലെ തന്നെ ആൽമണ്ട്, ഇതും കിലോയ്ക്ക് 40 ദിറംസ് ആയിരുന്നു. പിന്നെ ഇത് ഞാനാണെങ്കിൽ മിക്സ് ചെയ്ത് അവിടെ നിന്ന് എടുത്തതാണ്. റോസ്റ്റഡ് എന്താണ് കാഷ്യൂനട്ടുണ്ട്, ആൽമണ്ട്, പിസ്താഷ്യോ എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തത്. ഇത് ഈ പിസ്താഷ്യോടെ തന്നെ വേറെ ഒരു ഇതാണ് ആൽമണ്ട് വരുന്നത്. ഇതിനകത്ത് ആൽമണ്ടും ചോക്ലേറ്റും ഒക്കെ വരും, വെളിയിലാണെങ്കിൽ ചോക്ലേറ്റ് കോട്ടിങ്. പിന്നെ ഇത് മറ്റേ മക്കഡാമിയ, നമ്മൾ ഈ ചാവി അതിൻ്റെ കൂട്ടത്തിൽ കിട്ടും. ചാവി വെച്ച് പൊട്ടിച്ചിട്ട് അങ്ങനെ മക്കഡാമിയ. ഇത് കാഷ്യൂനട്ടിനേക്കാളൊക്കെ ഭയങ്കര
വിലയുള്ള സാധനമാണ് ഇത്. കിലോയ്ക്ക് എന്തോ നമ്മുടെ നാട്ടിൽ കിലോയ്ക്ക് എന്തോ 4000 4500 വിലയുള്ള സംഭവമാണ് ഇത്. ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ ഇത് ഭയങ്കര ഫേമസ് ആയി വരുന്നുണ്ട്, ചായ വെച്ച് പൊട്ടിക്കുന്നത്. നല്ല ഗുണമുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഉള്ളത് ഇത് നെസ്റ്റോയിൽ നിന്ന് മേടിച്ച ഡേറ്റ്സ്. ഇത് ഇത് കഴിഞ്ഞ തവണ നാട്ടിലോടെ കൊണ്ടുപോയപ്പോൾ നല്ല അഭിപ്രായമായിരുന്നു. ½ kg പാക്കറ്റ് ആയിരുന്നു. അതിൻ്റെ ഒരു 2 കിലോ, അതിൻ്റെ ഒരു 4 എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ പിള്ളേർക്ക് കൊടുക്കാൻ ബിസ്ക്കറ്റ്, കോക്കനട്ടിൻ്റെ ഇരുന്ന ബിസ്ക്കറ്റ്. ഇത് പിന്നെ നെസ്റ്റോ കിട്ടും. സംഭവം നാട്ടിലും കിട്ടുമെന്ന് തോന്നിയത് അറിയത്തില്ല. മാജിക് പോപ്സ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ പല ഫ്ലേവർ വരുന്ന ഉണ്ട് മാജിക് പോപ്സ്. ഇത് എന്താണെന്നറിയോ, ഇത് മുട്ടായി ടൈപ്പ് സാധനം, മുട്ടായിയാണ്. ഇത് പഞ്ചസാര, നമ്മുടെ പഞ്ചസാര ഉണ്ടല്ലോ, പഞ്ചസാര കൂട്ടാണ് ഇത് ഇരിക്കുന്നത്. ഇത് വായിലിട്ട് കഴിയുമ്പോഴത്തേനും പൊട്ടിത്തെറിക്കും. ആ സംഭവമാണിത്, മാജിക് പോപ്സ്. നമ്മൾ വായിലിട്ട് നമ്മുടെ സലൈവയായിട്ട് ഇത് മിക്സ് ആവുന്ന ടൈമിൽ ഇങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കും പടപടേന്ന്. നമ്മളാണെങ്കിൽ ഈ വെടിക്കെട്ടിനാണെന്നുണ്ടെങ്കിൽ ഈ കഥനയൊക്കെ ഉണ്ടല്ലോ, ഒരെണ്ണം പോയിട്ട് പല സൈഡിൽ പോയി പടപടേന്ന് പൊട്ടത്തില്ലേ, അത് കൂട്ടാം. ചക്കല എടുത്ത് വായിലിട്ട് കഴിഞ്ഞാൽ വായുടെ അവിടെ ഇവിടെയൊക്കെ പോയിട്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കും. പിന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിലൊരു ഹാങ് ഓവറിലായിരിക്കും. അതാണിത്. പിന്നെ ഇത് നിഡോ. ഇത് അത്യാവശ്യം വിലയുണ്ട് ഇവിടെ നിഡോയ്ക്ക്. 1 കിലോയ്ക്ക് എനിക്ക് തോന്നുന്നു 20 dirhams, 20 1 കിലോയ്ക്ക് ഇത് 750. ഇതിന് തന്നെ ഉണ്ടെന്ന് തോന്നുന്നു, 750 ഉണ്ടെന്ന് തോന്നുന്നു. 25 dirhams 30 dirhams എന്തോ ഉണ്ട്. ഇത് അത്യാവശ്യം നല്ല വിലയുണ്ട്. ഇത് പിന്നെ പാരച്യൂട്ടിൻ്റെ ഹെയർ ക്രീം, തല തേക്കുന്നത്, കുളിച്ച് കഴിഞ്ഞൊക്കെ തല തേക്കുന്നത്. പിന്നെ ഇത് വീട്ടിൽ 3 പിള്ളേരുണ്ട്. എൻ്റെ മോനും ചേച്ചിയുടെ 2 പിള്ളേരും, വൈഫിൻ്റെ ചേച്ചിയുടെ 2 പിള്ളേരും. അവർക്ക് വേണ്ടിയുള്ള പാവ 3. അവർക്ക് വേണ്ടി 3 ജോഡി ഷൂ. പിന്നെ 3 ജോഡി. ഇത് 3നും ലൈറ്റ് കത്തുന്ന ഷൂ ആണ്. കാണിച്ചു തരാം. എന്താ ലൈറ്റ് കത്തുന്ന ഷൂ, അതാണ് ഇത്. അങ്ങനെ അത് 3. ഇനി പെട്ടിക്കകത്ത് ബാക്കിയുള്ളതെല്ലാം ഡ്രസ്സാണ്. അടുത്ത പെട്ടി ഇത് ഓട്സിൻ്റെ ഒരു മുട്ടായിയാണ്. ഓട്സിൻ്റെ വെളിയിൽ ഓട്സ് കോട്ടിങ്, വൈറ്റ് ചോക്ലേറ്റ് അങ്ങനെയൊക്കെ വരുന്ന ഒരു മുട്ടായിയാണിത്. ഇത് പിന്നെ പിള്ളേർക്കുള്ള കളിപ്പാട്ടം, 2 ബാറ്റ് 2 ബോൾ. എൻചൈൻഡറിൻ്റെ പൗഡർ. ഇത് പിന്നെ കുറച്ച് ഡ്രസ്സാണ് പിള്ളേർക്കുള്ള. ഇത് പിള്ളേർക്കൊക്കെ വെക്കാൻ പറ്റിയ ക്ലിപ്പ്, കൊച്ചു പിള്ളേർക്ക്. ഇത് സ്കെറ്റിൽസ്, നമ്മുടെ ജെംസ് ഒക്കെ കൂട്ടത്തെ ഒരു സംഭവം. പിള്ളേർക്ക് പറ്റിയ ലേഡീസ് ക്ലിപ്പ്, അതിൻ്റെ പല കളർ. ഇത് പിന്നെ കൊച്ചു പിള്ളേരെ ടൂത്ത് ബ്രഷ്, അതിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ ഒരു ടോയും കൂടെ വരും. ഇത് പ്ലെയിനും ടൂത്ത് ബ്രഷും. ഇത് കാറും ടൂത്ത് ബ്രഷും. ഇത് വാച്ചും ടൂത്ത് ബ്രഷും. ഇത് പിന്നെ ബൗണ്ടി. ഇത് സൂപ്പർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബിസ്ക്കറ്റാണ്. നമ്മുടെ എന്താണ് പറയുന്നത്, ഇതിന് ബിസ്ക്കറ്റ് ടൈപ്പാണ് വരുന്നത്. നമ്മുടെ കുക്കീസ് ഉണ്ടല്ലോ, അത് കൂട്ടത്തെയൊക്കെ കുക്കീസ് ബിസ്ക്കറ്റിൽ നിന്ന് വിട്ടിട്ടുണ്ട്, എന്നാൽ കുക്കീസിലോട്ട് എത്തിയിട്ടുമില്ല. അത് കൂട്ടത്തെ നല്ല ടേസ്റ്റാണ്. ഇത് മെയ്ഡ് ഇൻ പാകിസ്ഥാനാണ്.
നല്ല ടേസ്റ്റ് ആണ്, അതുകൊണ്ട് മേടിച്ചു. അതിലത്തെ 2 മേടിച്ചു. പിന്നെ കുറച്ച് ടോബ്ലറോണ്, അത് മേടിച്ചു. പിന്നെ ബണ്ണുണ്ടല്ലോ പല കളറിലെ, അതിലത്തെ. ഇത് ഡേ ടു ഡേ മേടിച്ച. ഇത്ര എണ്ണത്തിന് 7 ദിർഹംസ്. എത്ര ആണ് ഇതിനകത്ത്? 28 എണ്ണം ഉണ്ട്. ഇതിന് 7 ദിർഹംസ്. 7 7 14, 140 150 രൂപ നാട്ടിലത്തെ വരുന്നത്. ഇതൊക്കെ പിള്ളേർക്കുള്ള ഡ്രസ്സാണ്. എൻജൈൻഡറിൻ്റെ സോപ്പ്, ലൈലാക്കിൻ്റെ ചോക്ലേറ്റ്, ട്വിക്സിൻ്റെ ചോക്ലേറ്റ്, പിന്നെ പേഴ്സ്, ലേഡീസ് പേഴ്സ് ഉണ്ടല്ലോ ചെറുത്, അതായത് തന്നെ ഉണ്ടാവും. പിന്നെ ഇതിനകത്തുള്ള ബാക്കിയെല്ലാം പിള്ളേർക്കുള്ള കളിപ്പാട്ടം. ഇത് മറ്റേ ചൂണ്ടയിട്ട് മീനെ പിടിക്കത്തില്ലേ, അത് കൂട്ടത്തൊരു കളിപ്പാട്ടം. പിന്നെ കിച്ചൺ സെറ്റ് വിത്ത് റെഡിമെയ്ഡ് ഓംപ്ലേറ്റ്, കിച്ചൺ സെറ്റ്. ഇത് ട്രാക്ക് നമ്മൾ ഇതിനകത്ത് ട്രാക്കുണ്ട്. ട്രാക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്രെയിൻ ഇങ്ങനെ ഓടും, ബാറ്ററി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ. അതെ. ഇത് ടോഫിയുടെ, നമ്മുടെ ആൽഫൻലിബി ഉണ്ടല്ലോ, അത് കൂട്ടത്തെ ടോഫിയുടെ 2 പാക്കറ്റ് ചോക്ലേറ്റ്. ഇത് പിന്നെ ദുബായ് ചോക്ലേറ്റ്, കുനാഫ, വൈറൽ കുനാഫ ചോക്ലേറ്റ്, ദുബായ് ചോക്ലേറ്റ്. 2 എണ്ണം അല്ല, ഇനി ഉണ്ടായിരുന്നു അതിൻ്റെ, ഇവിടെ ആവുന്നു. ഇത് പിന്നെ ഒരു കാറാണ്, ഇതുപോലത്തെ ഒരു മോൺസ്റ്ററിൻ്റെ ഉള്ളൊരു സംഭവമുണ്ട് അകത്ത്. ഇവിടെ വെച്ചിട്ട് നമ്മളെന്തോ പ്രസ് ചെയ്ത് വിടുമ്പോൾ ഇത് ഈ മോൺസ്റ്ററിൻ്റെ ആ വഴി വെളിയിലോട്ടെന്തോ പോകുന്ന ടൈപ്പ് ഇത്. ഇത് പിന്നെ മൊത്തം കളിപ്പാട്ട. ഇത് വാഷിംഗ് മെഷീൻ, ഡിറ്റർജൻ്റ് ഒക്കെ ഉണ്ട്. ഇതെന്തോ ഞാൻ ഓണാക്കി നോക്കിയിട്ടില്ല, ഇതെന്തോ വർക്കാകുന്നതാണ്. ഇതിനകത്തിട്ട് കഴുകാൻ പറ്റുമോ എന്തോ അറിയത്തില്ല, പക്ഷേ ഇതെന്തോ ബാറ്ററി ഇടാവുന്ന സെറ്റപ്പാണ്. അങ്ങനെ വാഷ് ചെയ്യാനോ അത് ഓണാക്കാനോ എന്തോ പറ്റും. ഇതിൻ്റെ തന്നെ ഒരുപാട് സംഭവമുണ്ട്, കാണിച്ചു തരാം. മിക്സി, വാക്യൂം ക്ലീനർ, തേപ്പ് പെട്ടി, ടോസ്റ്റർ, മറ്റേ ഫുഡ് പ്രോസസ്സർ, ഫ്രിഡ്ജ്, കെറ്റില്, അതെല്ലാം എനിക്ക് തോന്നുന്നത് വെച്ചാൽ അതെല്ലാം ബാറ്ററി ഇട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന ടൈപ്പായിരിക്കും. ഇതൊരു പപ്പായയുടെ ഒരു ഫേസ് വാഷ്. ഇത് വേറൊരു കാർ. ഇത് ഞാൻ ഓടിച്ച് നോക്കിയിട്ടുണ്ട്. ഇത് സംഭവം റിമോട്ട് കൺട്രോളാണ്. എന്നാൽ ബാറ്ററി ഇട്ട് കഴിയുമ്പം ഈ ടയറുണ്ടല്ലോ, ഈ ടയർ ഇങ്ങനെ കറങ്ങിയും തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ ഈ കാറ് ഓടും. അങ്ങനത്തെ ഒരു കാർ. അപ്പം ആ പെട്ടിയിലെ കഴിഞ്ഞു. ഇത് പിന്നാണെങ്കിൽ ഒരു ഫാനാണ്, പോർട്ടബിൾ ഫാൻ. നമുക്കിങ്ങനെ പല മോഡുണ്ട്. ഇങ്ങനെ കാറ്റ് കൊള്ളാൻ പറ്റിയൊരു ഫാൻ. ഇത് ഇവിടെ ഈ ചൂട്, ഇതിന് സ്റ്റാൻഡും ഉണ്ട്. ഇങ്ങനെ ടേബിളിലൊക്കെ ഇങ്ങനെ സ്റ്റാൻഡ് വെച്ചിട്ട് യൂസ് ചെയ്യാം. അതിൻ്റെ ചാർജർ. ഇതുപോലത്തെ പോർട്ടബിൾ ഫാൻ ഉണ്ടല്ലോ, ഇവിടെ അത്യാവശ്യമാണ് ഈ ചൂട് സമയത്ത്, പ്രത്യേകിച്ച് ഈ ജോലിക്കൊക്കെ പോകുന്നവർ. കാരണം നമ്മൾ എത്ര കുളിച്ച് റെഡിയായിട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഇവിടുന്ന് ബസ് സ്റ്റോപ്പ് വരെ നടന്ന് ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ വിയർത്ത് കുളിച്ച്, നമ്മൾ എത്രയൊക്കെ കുളിച്ച് സ്പ്രേ അടിച്ച് പൗഡർ ഇട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ബസ് സ്റ്റോപ്പിൽ വരെ എത്തിക്കഴിയുമ്പോഴേനും വിയർത്ത് കുളിച്ച് നമ്മൾ നാശമാവും. അങ്ങനെ ബസ്സിലൊക്കെ കയറുവാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ചൂടെടുത്ത് വിയർത്തിട്ടൊക്കെ ആയിരിക്കും. അപ്പം ഭയങ്കര ഹെൽപ്ഫുള്ളായി സാധനം, പോർട്ടബിൾ ഫാൻ. ഇത് കണ്ടപ്പോൾ മേടിച്ചെന്നേ ഉള്ളൂ. നാട്ടിൽ ഇതിൻ്റെ ആവശ്യമില്ല, നമുക്ക് നോർമലി ഫാൻ ഉണ്ടല്ലോ. ചുമ്മാ അങ്ങനെ ഒരു കൗതുകത്തിൻ്റെ പേര് മേടിച്ചാണ്. പിള്ളേരെ കൊണ്ടൊക്കെ പോകുന്ന ടൈമിൽ യൂസ്ഫുൾ ആയിരിക്കും. ഇത് യാർഡ്ലിയുടെ 3 സെറ്റ് വരുന്ന ഒരു സോപ്പ്. ഇതിൻ്റെ വിലയൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, കറക്റ്റായിട്ട് ഇതിൻ്റെ വിലയും ചിലതിലൊക്കെ നട്ട്സ് അതുകൂട്ടത്തൊക്കെ ചിലതിലൊക്കെ ഉള്ളു വില. അപ്പം ഇതിൻ്റെ കറക്റ്റായിട്ട്
ഓഫറിനും ഒക്കെ കിട്ടുന്നതാണ് കറക്റ്റായിട്ടൊക്കെ വില. ഞാനാണെന്നുണ്ടെങ്കിൽ നെസ്റ്റോയിലോ ലുലുവിലോ ഡേ ടു ഡേയിലൊക്കെ പോകുന്ന ടൈമിൽ ഞാനാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വിലയും ഇവിടുത്തെ നമുക്ക് കമ്പാരിസൺ വീഡിയോ പോലെ നമുക്കത് ചെയ്യാം. ഇവിടുത്തെ വീഡിയോ എത്ര ആവും, അല്ല ഇവിടുത്തെ വില എത്ര ആവും, നാട്ടിലത്തെ വില എത്ര ആവും, അങ്ങനെയുള്ളൊരു കമ്പാരിസൺ വീഡിയോ ചെയ്യാം. അങ്ങനെ പിന്നെ ഇത് പിസ്താഷ്യോ 1/2 കിലോ 23 dirhams, 25 കൂട്ടിക്കോ. നല്ലതാണെങ്കിൽ ഒരു 1/2 കിലോയ്ക്കാണെങ്കിൽ ഒരു 500 രൂപ ഒക്കെ ആയിട്ടുണ്ട് ഇത്. ഇത് നെസ്റ്റോന്ന് മേടിച്ചത്. പിന്നെ മാഴ്സിൻ്റെ കുറച്ചുണ്ട്. മാഴ്സ് ഇതെന്തോ പിള്ളേരെ പസിൽ കൂട്ടത്തെ എന്തോ ഗെയിം. നമ്മൾ നാട്ടിൽ ചെന്നിട്ട് നമ്മളാണെന്നുണ്ടെങ്കിൽ പറശ്ശിനിക്കട വരെ പോകുന്നുണ്ട്. ആ ടൈമിൽ ട്രെയിനിലല്ല പോകുന്നത്. അങ്ങനെ പിള്ളേർ അലമ്പാക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ മേടിച്ചാണ് കളിപ്പാട്ടമൊക്കെ. പോകുമ്പോൾ കൊണ്ടുപോകാം. ഇത് അങ്ങ് കൊടുത്തിട്ട് അങ്ങ് ഇരുത്തിയാൽ മതി, പിന്നെ പ്രശ്നമൊന്നും കാണില്ല. ഇത് പിന്നെ വേറെ ഒരു മുട്ടായി വരുന്നത്. ഇത് നെസ്റ്റോന്ന് എടുത്താൽ മിക്സഡ് ചോക്ലേറ്റ്. നെസ്റ്റോന്ന് എടുത്താൽ ഇതിനകത്ത് തോടില്ലാത്ത പിസ്താഷ്യോ, റേസിൻസ്, ആൽമണ്ട്, കാഷ്യൂനട്ട് ഒക്കെ വരുന്ന ഒരു മിക്സഡ് നട്ട്സ്. ഇത് പിന്നെ എല്ലാവർക്കും അറിയാമായിരിക്കും, ബബിൾ ഗം. പണ്ട് ഗൾഫുകാർ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ ഒക്കെ അച്ഛൻ ഗൾഫിലായിരിക്കും. അപ്പോൾ അവർ ഇത് കൊണ്ടുവരും. ഇത് നമ്മളിങ്ങനെ വലിച്ചെടുക്കും. ഒരു പരന്നൊരു ഷീറ്റ് കൂട്ട്. ആദ്യത്തെ ഒരു ഫോയിൽ പേപ്പർ ആയിരിക്കും, ആദ്യത്തെ ഒരു വൈറ്റ് പേപ്പർ ആയിരിക്കും. അത് ഇളക്കി അകത്തൊരു ഫോയിൽ പേപ്പർ, അതെടുത്ത് അകത്ത് ബബിൾ ഗം, പരന്നിരിക്കുന്ന ഷീറ്റ് കൂട്ടത്. അതാണ് ഇത്. പണ്ടത്തെ എല്ലാ ഗൾഫുകാരെയും കൊണ്ടുവരുമായിരുന്നു. ക്വാളിറ്റി സ്ട്രീറ്റ്സിൻ്റെ ഒക്കെ മുട്ടായി ആണ്. എവിടുന്നൊക്കെയോ മാക്കിൻറ്റോഷ് ഉണ്ടല്ലോ, മാക്കിൻറ്റോഷ്, അതിൻ്റെ ആണ് ഇത്. ക്വാളിറ്റി സ്ട്രീറ്റ്സിൻ്റെ. പിന്നെ ഇത് പിള്ളേർക്ക് കട്ടർ, ഒരു സൈഡ് കട്ടർ, ഒരു സൈഡ് റബ്ബർ. അത് ഇത് മാജിക് പോപ്സ്, അത് സെയിം തന്നെ. ഇതൊക്കെ മറ്റേ മാക്കിൻറ്റോഷ് അറിയാം നിങ്ങൾക്ക്? മാക്കിൻറ്റോഷ് ഭയങ്കര ഫേമസ് ആണ്, പണ്ട് തൊട്ടേ ഉള്ളൊരു കമ്പനിയാണ്, എല്ലാവർക്കും അറിയാമായിരിക്കും. ഞാൻ കാണിച്ചു തരാം. മാക്കിൻറ്റോഷിൻ്റെ ഇതാണ് മാക്കിൻറ്റോഷ്. അടിപൊളി, നല്ല വിലയുള്ള സാധനം, അത്യാവശ്യം നല്ല വിലയുള്ള സാധനം. ഇത് നാട്ടിലും കിട്ടും. എന്നാൽ ഇത് അടിപൊളി ടേസ്റ്റാണ്. ഇതിനകത്ത് വരുന്ന മുട്ടായിയാണ് ഞാൻ ഇപ്പോൾ ഇങ്ങോട്ടൊക്കെ ഇട്ടത്. പല പല കാരമൽ, അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉള്ള, ഇത്രയൊന്നുമല്ല, ഒരുപാടുണ്ട്. ഇത് ഇതിനകത്ത് പല പല ഷേപ്പിലായിരിക്കും. ഈ ഷേപ്പിൽ കാണും, നീളത്തിലുള്ള കാണും, ചതുരത്തിലുള്ള കാണും. അങ്ങനത്തെ സൂപ്പർ ടേസ്റ്റാണ്, ചോക്ലേറ്റാണ്. ഇത് ഞാൻ ഫസ്റ്റായിട്ട് നോട്ടീസ് ചെയ്യുന്നത് എപ്പോഴാണെന്നറിയാമോ? ഒളിമ്പ്യൻ അന്തോണിയാദം സിനിമയ്ക്കകത്ത് മോഹൻലാലാണെന്നുണ്ടെങ്കിൽ മറ്റേ ആ പോമറേനിയൻ പട്ടിയുള്ള ആ പെങ്കൊച്ചുണ്ടല്ലോ, ആ പെങ്കൊച്ചിന് എന്തോ മോഹൻലാലാണോ ആ കൊച്ചിൻ്റെ അച്ഛനാണോ എന്തോ കൊണ്ട് കൊടുക്കും. മോഹൻലാലാണെന്ന് തോന്നുന്നു കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ കൊച്ച് പറയുന്നുണ്ട്, ഹായ് മാക്കിൻറ്റോഷ്. അന്നേ എൻ്റെ മൈൻഡിലുണ്ട് ഈ സംഭവം, മാക്കിൻറ്റോഷ് എന്നുള്ള സംഭവം. അന്ന് നല്ല വിലയുണ്ട്. നാട്ടിലും അങ്ങനെ കിട്ടാറൊന്നുമില്ലായിരുന്നു. ഗൾഫുകാരൊക്കെ വരുന്ന ടൈമിലാണ് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ വരുന്നത്. ഇവിടെ ഞാൻ ആദ്യമായിട്ട് UAE വന്ന ടൈമിൽ ഷോപ്പിങ്ങിന്, നാട്ടിലോട്ട് വരുന്ന ഷോപ്പിങ്ങിന് പോയ ടൈമിൽ ഇതെൻ്റെ കണ്ണിലുടക്കി, മാക്കിൻറ്റോഷ്. ആ പേര് ഞാൻ വായിച്ചപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് എൻ്റെ മൈൻഡ് ആ ഒളിമ്പ്യൻ അന്തോണിയാദം അതിനകത്തോട്ടാണ് പോയത്. പണ്ട് തൊട്ടുള്ള ഫേമസ് മുട്ടായിയാണ് മാക്കിൻറ്റോഷ്. അടിപൊളി ടേസ്റ്റുമാണ്, നല്ല വിലയുണ്ട്. അപ്പം ഇത് മേടിച്ചിട്ടില്ല കേട്ടോ. ഇതിനകത്ത് ഞാൻ ഓൾറെഡി മേടിച്ച കുറച്ച് മുട്ടായി കിടന്ന് അതെടുത്ത് ഇവിടെ ഇതിനകത്തിട്ടാണ്. ഇതിനകത്തിപ്പം വേറെ എന്തോ സാധനം ഇട്ട് വെച്ചേക്കാണ്. പിന്നെ പെർഫ്യൂമാണ്, അരീജ്. സ്മെല്ലൊക്കെ എങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ യൂസ് ചെയ്യുന്ന വേറെ പെർഫ്യൂമാണ് ഇതിൽ പോകുന്നത്.
പിന്നെ ലാക്കോസ്നയുടെ 2 അത് മേടിച്ചിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന ഈ പെർഫ്യൂമാണ്. പെർഫ്യൂമിൻ്റെ ഒക്കെ എനിക്ക് പെർഫ്യൂം ഭയങ്കര ഇഷ്ടമാണ്. പെർഫ്യൂം ഇത് പറഞ്ഞു. പെർഫ്യൂമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഈ റിവ്യൂസും കാര്യങ്ങളൊക്കെ എൻ്റെ അധികമൊന്നുമില്ല. ഞാനാണെങ്കിൽ ഒരു 2-3 പെർഫ്യൂം ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇങ്ങനെ ഇതുണ്ടായിരുന്നു, അത് പറഞ്ഞു. ഇപ്പം നല്ല ഫ്രൂട്ടി സ്മെല്ലായത്. പെർഫ്യൂമിൻ്റെ ഒക്കെ വീഡിയോ ഒക്കെ ആയിട്ട് ഞാനാണെങ്കിൽ വരാം. പിന്നെ ഇത് കെറ്റിൽ, പോർട്ടബിൾ കെറ്റിൽ. കൊച്ചു പിള്ളേരൊക്കെ ഉള്ള വീട്ടിൽ അത്യാവശ്യമാണ് ഈ സാധനം. സാധാരണ നമ്മൾ വലിയ കെറ്റിൽ കണ്ടിട്ടില്ലേ, ഇത് പോർട്ടബിളാണ്. എസ്പെഷ്യലി മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രിപ്പും കാര്യങ്ങളൊക്കെ പിള്ളേരെ കൊണ്ട് പോകുന്ന ടൈമിൽ ഇത്രയേ ഉള്ളൂ. കണ്ടോ, നമ്മുടെ ഈ കൈയുടെ ഇത്രയേ ഉള്ളൂ സംഭവം. ഇതിനകത്ത് ഈ പിള്ളേർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഞാനും ഒക്കെ പാല് കലക്കുന്ന ടൈമിൽ ചൂടുവെള്ളം വേണമല്ലോ. അങ്ങനെ ഞങ്ങളിതുപോലെ ഗുരുവായൂർ, അതുപോലെ തന്നെ അമ്പലത്തിലൊക്കെ പോകുന്ന ടൈമിൽ, അപ്പോൾ എൻ്റെ മോനാണെങ്കിൽ ചെറുതായിരുന്ന ടൈമിൽ, കഴിഞ്ഞ തവണയൊക്കെ നാട്ടിൽ പോയ ടൈമിൽ ഫ്ലാസ്കും കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളാണെങ്കിൽ അവിടെ നിന്ന് തിരിച്ചു വരുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഫ്ലാസ്കും കൊണ്ട് കട നടക്കും ചൂടുവെള്ളം എടുക്കാൻ വേണ്ടി. ഹോട്ടൽ തപ്പി. ചില ഏരിയയിലൊക്കെ ആണെങ്കിൽ അധികം ഹോട്ടൽ കാണത്തില്ല. അങ്ങനെ നടന്ന് ഏതെങ്കിലും ഹോട്ടലിൽ കയറിയിട്ട് ചൂടുവെള്ളം അങ്ങനെയായിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. പിള്ളേരെ കൊണ്ടൊക്കെ പോകുന്ന ടൈമിൽ നമുക്ക് പോർട്ടബിളായിട്ട് ഇത് ബാഗിലിട്ടാൽ മതി. കോമ്പാക്റ്റബിൾ സാധനമല്ലേ, ഇങ്ങനെ ചൂടുവെള്ളം ഉണ്ടാക്കാം. അത് കുനാഫ ചോക്ലേറ്റിൻ്റെ വേറെ സെറ്റ്. ഇത് എല്ലാം പിസ്താഷ്യോ ഇത് വരുന്നത്. ഇത് പിന്നെ പെയിൻ റിലീഫ് പാച്ചാണ്. നമുക്ക് ഈ പെയിൻ ഉള്ള സ്ഥലത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ബാൻഡേജ് ഉണ്ടല്ലോ, മുറിവിനൊക്കെ ഒട്ടിക്കുന്നത്, അതിൻ്റെ ഒരു വലിയൊരു ഷീറ്റാണ്. പക്ഷേ ബാൻഡേജ് അല്ല, മുറിവിന് ഒട്ടിക്കുന്നതല്ല. ഇതേ തന്നെ ആണെന്നുണ്ടെങ്കിൽ ഒരു മൂവ് അതുകൂട്ടത്തെ ഉള്ളൊരു എസൻസ് ഉണ്ട്. ഇത് നമ്മൾ എടുക്കുക, നമ്മുടെ നെയിം സ്ലിപ്പൊക്കെ കൂട്ടിരിക്കും, സ്റ്റിക്കർ ഇളക്കുക, വേദനയുള്ള ഭാഗത്ത് ഒട്ടിച്ചു വെക്കാം. ഇത് നടുവിലോ കയ്യിലോ ഷോൾഡറിലോ പെടലിക്കോ ഒക്കെ ഒട്ടിച്ചു വെക്കാം. വേദനയ്ക്ക് നല്ല റിലീഫായിരിക്കും. അതാണിത്. പിന്നെ ഇത് നെസ്കഫേയുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, അതിൻ്റെ 2 മേടിച്ചു. അതായത് പിന്നെ ഇത് പിള്ളേർക്ക് വരയ്ക്കാനൊക്കെ പറ്റിയ ഒരു സംഭവമാണ്, ഒരു ഷീറ്റ്. അടുത്ത കുനാഫ ചോക്ലേറ്റ്. പിന്നെ ഒമേഗ, ഇതും അടിപൊളി സാധനമാണ്. ഇത് നമ്മുടെ വേദനയ്ക്കൊക്കെ തേക്കുന്നൊരു സംഭവമാണ്. ഇത് സൂപ്പറാണ്. ഇതിന് അത്യാവശ്യം നല്ല വിലയുണ്ട്. കണ്ടില്ലേ, ബോട്ടിൽ വെള്ള കളറിലെ ഒരു ലിക്വിഡ് അതിനകത്ത് വരുന്നത്. വേദനയ്ക്കൊക്കെ ഭയങ്കര റിലീഫും കാര്യങ്ങളൊക്കെയാണിത്. ഞാൻ മിക്ക ടൈമിലും ഗൾഫിൽ നിന്ന് നാട്ടിലോട്ട് പോകുന്ന ടൈമിൽ ഇത് കൊണ്ടുപോകും. ഫസ്റ്റ് ടൈമിലൊക്കെ നാട്ടിലോട്ട് ഞാൻ ഫസ്റ്റ് വെക്കേഷന് പോയ ടൈമിൽ ഞാൻ മേടിച്ചുകൊണ്ട് പോയപ്പോൾ ആൾക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. കാരണം എനിക്കിത് എങ്ങനെ ഇതറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിലേറ്റീവ്സ് ഗൾഫിലൊക്കെ ഉള്ളവർ വരുമ്പോൾ വീട്ടിലൊക്കെ തരുമല്ലോ, അങ്ങനെ വീട്ടുകാരൊക്കെ യൂസ് ചെയ്തിട്ട് അങ്ങനെ അറിയാം. അങ്ങനെ ഞാൻ ഒരു ക്യൂരിയോസിറ്റിയുടെ പേര് മേടിച്ച് നാട്ടിലൊക്കെ കൊണ്ടുപോയി ഇത് ആൾക്കാർക്ക് കൊടുത്തപ്പം നല്ല റിസൾട്ടായിരുന്നു. അവർക്ക് നല്ല അഭിപ്രായമായിരുന്നു. അങ്ങനെ എൻ്റെ അപ്പൂപ്പന് വേണ്ടി മേടിച്ചത്. മാജിക് പോപ്സ് പിന്നെ മാഴ്സ്. പിന്നെ ഇത് ക്ലോവ് ഓയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാമ്പൂവിൻ്റെ എസൻസ് വരുന്ന പല്ലുവേദനയ്ക്ക് ഉള്ളൊരു സംഭവമാണ്. ഇത് നിങ്ങളുടെ വീട്ടിൽ ഗൾഫുകാരും ഒക്കെ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഗൾഫുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരിക്കും ഈ സംഭവം. നാട്ടിൽ കിട്ടുമെന്ന് അറിയത്തില്ല. ഇതാണെന്നുണ്ടെങ്കിൽ കോടാലിത്തേയിലൊക്കെ കൂട്ടത്തൊരു സംഭവമാണ്. ഇത് പഞ്ഞിക്കകത്ത് ശകലം ഡ്രോപ്പ് പഞ്ഞിക്കകത്ത് എടുത്തിട്ട് പല്ലുവേദന എവിടെയാണെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് ഇരുന്നാൽ മതി. പല്ലുവേദനയൊക്കെ പെട്ടെന്ന് മാറും. അതിൻ്റെ ഒരു സാധനം കഴിഞ്ഞു. അപ്പം ഇത്രയാണ് നമ്മുടെ പ്രവാസി പെട്ടിയിൽ ഉള്ളത്. കാരണം ഇതിലും കൂടുതൽ പിള്ളേർക്കൊക്കെ മേടിക്കണം. ഇത് തന്നെ ഇത്രയും കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. കാരണം കാണുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാനും വൈഫുമാണ് നാട്ടിലോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് 2 പേർ കൂടെ
60, 67, 74 കിലോ കൊണ്ടുപോകാം. 74 കിലോയിൽ ഇത് തന്നെ ഞങ്ങൾ ഇത്രയും സാധനങ്ങൾ മേടിക്കുന്നതിന് മുമ്പ് നോക്കിയപ്പോൾ തന്നെ റഫായിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ തന്നെ 45-50 കിലോളം വന്നായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഡ്രസ്സ് അതിനകത്ത് കൂട്ടിയിട്ടില്ല. ഡ്രസ്സ് വരും അതിനകത്ത്, ഈ പെട്ടിയുടെ ഭാരം വരും അതിനകത്ത്, പിന്നെ കുപ്പിയൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വരും. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർപോർട്ടിൽ നിന്ന് ഡ്യൂട്ടി ഫ്രീ എന്നായിരിക്കും വാങ്ങുന്നത്, അതിൻ്റെ വരും. പിന്നെ അങ്ങനെയൊക്കെ അതിൻ്റെ എല്ലാം വരും. ഇത് ഓവർ വെയിറ്റ് ആയി പോവോ എന്താണെന്നറിയത്തില്ല. കൂടുതൽ സാധനം അങ്ങനെയാണ്, അതുകൊണ്ടാണ് മേടിക്കുക. കൂടുതൽ സാധനം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണെങ്കിൽ ഇപ്പം ഒരുപാടുണ്ട്. ഞങ്ങളൊരു 6-7 മാസം മുമ്പ് നാട്ടിൽ പോയിട്ട് വന്നായിരുന്നു. ഇപ്പം അത് ഇത്രയും മേടിച്ചു. പിന്നെ ഇതിനും കൂടുതൽ മേടിച്ചു കഴിയുകയാണെങ്കിൽ ഓവർ വെയിറ്റ് ഭയങ്കരമായിട്ടായി പോകും. പിന്നെ നമുക്ക് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഇത്രയും മേടിച്ചിട്ടുള്ളൂ ഇപ്പോൾ. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ നാട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മേടിച്ചത്. ഇനി സാധനങ്ങളുണ്ട്. സാധനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് വരും. ഇതിന് തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാണുമ്പോൾ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത്രയായിട്ട് തോന്നും. പക്ഷേ ഇതുണ്ടല്ലേ, ഇത് 1 കിലോയുടെ അണ്ടിപ്പരിപ്പ്, ഇത് 1 കിലോയുടെ മുട്ടായി, ഇത് 1/2 കിലോയുടെ, ഇത് 1 കിലോ, 1, 2, ഇത് തന്നെ 3 കിലോ ആയി. പിന്നെ ഈ ഡേറ്റ്സ് ഇതിൻ്റെ 4 എണ്ണം വന്നപ്പോഴത്തേക്കിനും എത്ര, 2 കിലോ, 3, ഇത്രയും. പിന്നെ ഇത് ഇത്രയും സാധനങ്ങൾ വന്നപ്പോൾ 1, 2, 3, 4, 5, 6, 7, 7.5 ഉണ്ടോ? ഇത്രയും സാധനത്തിന് മാത്രം 7.5 കിലോ. നട്ട്സ് ആണെങ്കിൽ ഇതിനകത്ത് വേറെ ഉണ്ട്. ചോക്ലേറ്റ് ഉണ്ട്, അവിടെ പിസ്താഷ്യോ കിടപ്പുണ്ട്. ഇത് എല്ലാം നല്ല വെയിറ്റ് ഉള്ള സാധനങ്ങളാണ്. ഇതിന് തന്നെയാണെന്നുണ്ടെങ്കിൽ നല്ല വെയിറ്റ് വരും. എങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് എത്ര, 250 ഗ്രാം. ഇത് ഈ 4 തന്നെ 1 കിലോ ഉണ്ട്. മുട്ടായി ഇതിനൊക്കെ നല്ല വെയിറ്റ് വരുന്നതാണ്. അപ്പം കൂടുതൽ സാധനങ്ങൾ മേടിക്കുന്നതിന് കുഴപ്പമില്ല, ഈ വെയിറ്റ് വന്നാലാണ് കുഴപ്പം. സംഭവം ഞാൻ ആദ്യത്തെ തവണ ഞാൻ ഗൾഫിൽ വന്നിട്ട് 2018 ഞാനാണെങ്കിൽ അബുദാബി വന്ന് 2019 തിരിച്ചു പോകാം, റിസൈൻ ചെയ്തായിരുന്നു ഞാൻ തിരിച്ചു പോകുന്നത്. ആ ടൈമിൽ ഞാൻ ഇതുപോലെ എയർപോർട്ടിൽ, അബുദാബി എയർപോർട്ടിൽ നിൽക്കുന്ന ടൈമിൽ ഒരു മലയാളി ചേട്ടനെ പരിചയപ്പെട്ടു. അങ്ങനെ പരിചയപ്പെട്ട് പുള്ളിക്കാരനാണെന്നുണ്ടെങ്കിൽ ഓവർ വെയിറ്റ് ആയിരുന്നു. ഓവർ വെയിറ്റ് എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഒരു ഡേറ്റ്സ് 1 കിലോയുടെ എന്തോ ഈന്തപ്പഴം, നല്ല പാക്കേജിങ് കണ്ടാലേ അറിയാം, നല്ല പ്രീമിയം ക്വാളിറ്റി, നല്ല വിലയുള്ള സാധനമാണ്. പക്ഷെ പുള്ളിക്കാരനാണെങ്കിൽ ഓവർ വെയിറ്റ് ആയിപ്പോയി. ഓവർ വെയിറ്റ് ആയി പോയിട്ട് പുള്ളിക്കാരൻ ആണെന്നുണ്ടെങ്കിൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അതേപടി എടുത്ത് വേസ്റ്റ് ബിന്നിനകത്തിട്ടു. വേറെ ഓപ്ഷൻ ഇല്ല. പുള്ളിക്കാരനെ വിളിക്കാൻ വന്നവർ തിരിച്ചു പോയി. അല്ലെന്നുണ്ടെങ്കിൽ കൊടുത്തെങ്കിലും വിടാമായിരുന്നു. ആകെ 3 ഓപ്ഷനാണുള്ളത്. ഒന്നെങ്കിൽ വിളിക്കാൻ വന്നവരോട് വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറയാം, ബോർഡിങ് കഴിയുന്നിടം വരെ. ബോർഡിങ്ങിനകത്ത് വെയിറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അവരുടെയിലാണെങ്കിൽ ഒരു കവറിനകത്ത് കൊടുത്തിട്ട് വിടുക, അല്ലെന്നുണ്ടെങ്കിൽ വേസ്റ്റ് ബാസ്ക്കറ്റ് ഇടുക. വേസ്റ്റ് ബാസ്ക്കറ്റ് ഇടുന്നതെന്ന് വെച്ചാൽ അത് വേസ്റ്റ് ആയി പോത്തൊന്നുമില്ല. അവിടെ നിൽക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ടല്ലോ, അവരെടുത്തോളൂ. അത് എന്തായാലും വേസ്റ്റ് ആയി കളയത്തില്ലോ. കാരണം എയർപോർട്ടിലൊക്കെ വേസ്റ്റ് ബാസ്ക്കറ്റിനകത്ത് വേസ്റ്റ് എല്ലാവർക്കും കിടക്കുന്നത്. പ്രത്യേകിച്ച് ഈ ബോർഡിങ്ങിൻ്റെ ആ ഒരു ഏരിയയിൽ, മെയിനായിട്ട് ഇവിടുന്ന് ഗൾഫിൽ നിന്ന് നാട്ടിലോട്ടൊക്കെ വരുന്ന ടൈമിൽ വേസ്റ്റ് എല്ലാവർക്കും കിടക്കുന്നത്. കൂടുതൽ ഇതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ്, ഇത് കൂട്ടത്തെ കാശ് കൊടുത്ത് മേടിക്കുന്ന സംഭവങ്ങളായിരിക്കും. അതെന്തായാലും വേസ്റ്റ് ആയി പോകത്തില്ല. അവിടെയുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ അവർ അതെടുക്കും. അത് അങ്ങനെ പുള്ളിക്കാരൻ, കാരണം പിന്നെ പുള്ളിക്കാരൻ അങ്ങനത്തെ വേസ്റ്റിനകത്തിട്ടു. പിന്നുള്ള ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ കൊടുത്ത് എക്സ്ട്രാ ലഗേജ് ആഡ് ചെയ്യുക. അതിന് തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കിലോയ്ക്ക് 1500, 2000 ഒക്കെ നാട്ടിലത്തെ അത്രയൊക്കെ വരും. അപ്പോൾ ഒരു 10 കിലോ ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച്, അല്ലെങ്കിൽ ഒരു 5 കിലോയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1500, 2000 ആ ഒരു റേഞ്ചിൽ എന്തോ ആണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. പിന്നെ ഉള്ളൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ ആ ചേട്ടൻ്റെ നിന്നാണെങ്കിൽ 1 കിലോ മേടിച്ച് പിടിക്കാമായിരുന്നു, നാട്ടിലിറങ്ങി കഴിഞ്ഞാൽ തിരിച്ചു കൊടുത്താൽ മതി എന്ന് ചിലർ വിചാരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് അതിനുള്ള നിർവാഹമില്ലായിരുന്നു. കാരണം ഞാൻ ആദ്യമായിട്ടാണല്ലോ ഗൾഫിൽ നിന്ന് വന്നിട്ട് നാട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ക്യൂരിയോസിറ്റി, സാധനങ്ങൾ മേടിക്കുന്നതിൻ്റെ, ഞാനാണെന്നുണ്ടെങ്കിൽ ആ അബുദാബിയിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ ഷോപ്പിലും കയറി സാധനം മേടിച്ചു. അത് ഞാൻ പറയാം, 45 കിലോ ഞാൻ കാർഗോയ്ക്ക് അയച്ചു. 45 കിലോ 50 കിലോ ഞാൻ കാർഗോയ്ക്ക് അയച്ചു. എനിക്ക് പേഴ്സണലി ലഗേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 30+7, 37 കിലോ ആണ് എനിക്ക് ലഗേജ് ഉള്ളത്. അത് പോരാഞ്ഞിട്ട് ഞാൻ എൻ്റെ കൂട്ടത്തിൽ നാട്ടിലോട്ട് കൊണ്ടുപോയ ലഗേജ് 45 കിലോ, 8 കിലോ ഞാനാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്ത് ലഗേജ് ആഡ് ചെയ്തു.
അങ്ങനെ ഓൾറെഡി എനിക്കാണെങ്കിൽ 45 കിലോ ഉണ്ട്, എക്സ്ട്രാ ലഗേജും ഉണ്ട്. ആ 45ലും കുറച്ച് കൂടുതലുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഓൾറെഡി ഉണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ഒരിക്കലും അത് എനിക്ക് വേണമെങ്കിൽ മേടിച്ച് പിടിക്കാം, പക്ഷെ അത് അവരാണെന്നുണ്ടെങ്കിൽ അത് അലോ ചെയ്യത്തില്ല. എനിക്ക് ഓവർ വെയിറ്റ് ആയി പോകും. ഓൾറെഡി എനിക്ക് ഓവർ വെയിറ്റ് ആണ്, പൈസ കൊടുത്ത് പിന്നെ എടുത്ത് അങ്ങനത്തെ. അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് വേറൊരു വഴിയും ഇല്ലായിരുന്നു. എനിക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ല വിഷമം ആയിപ്പോയി. കാരണം അത്രയും വിലയുള്ളിടത്ത് വേസ്റ്റ് ബാസ്ക്കറ്റ് ഇടുക എന്നുള്ളത്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരു 1 കിലോ എങ്കിലും എനിക്ക് പെട്ടിക്കകത്ത് വെക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അത് മേടിച്ചിട്ട് നാട്ടിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് തിരിച്ചു കൊടുത്തേനെ. പക്ഷെ അങ്ങനെ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി. പിന്നെ വേറെ അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എയർപോർട്ടിൽ ആരെങ്കിലും സാധനം തന്നു കഴിഞ്ഞാൽ നമുക്കങ്ങനെ മേടിച്ച് പിടിക്കുവോ? ഓക്കെ, ഇപ്പോൾ ഈന്തപ്പഴമാണെങ്കിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ എന്താ വെളി ഈന്തപ്പഴമാണ്, മനസ്സിലായില്ലേ? ചിലപ്പോൾ ഇതിനകത്ത് സ്വർണം കാണും. സ്വർണം കടത്തുന്നതിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഇതല്ലേ. ഇപ്പം ഇത് പുള്ളിക്കാരനാണെന്നുണ്ടെങ്കിൽ സ്വർണ്ണമാണെന്നെങ്കിൽ ഒരിക്കലും എന്തായാലും വേസ്റ്റ് ബാസ്ക്കറ്റിനകത്ത് ഇടത്തില്ലല്ലോ. അപ്പം അത് ഒറിജിനൽ ഈന്തപ്പഴം പാക്കറ്റ് പോലും പൊട്ടിക്കാത്ത. പക്ഷേ ഈ സ്വർണം കടത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഈ ഈന്തപ്പഴത്തിനകത്ത് കുരു എടുത്ത് കളഞ്ഞിട്ട് കുരുവിന് പകരം സ്വർണ്ണക്കുരു വെച്ച് വേണേലും അങ്ങനെ. അപ്പോൾ അതൊക്കെ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. നമുക്ക് ഗൾഫിൽ നിന്നൊക്കെ നാട്ടിലോട്ട് വരുന്ന ടൈമിൽ ആരെങ്കിലും നാട്ടിലെ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഇവർ ഇറങ്ങുമ്പോൾ അവരൊന്ന് മേടിച്ചോളും, ഒന്ന് കൊടുത്തേക്കുവോ, എന്തെങ്കിലും മരുന്നാണ് അതാണ് ഇതാന്നൊക്കെ പറയും. പക്ഷെ ഒരിക്കലും നമ്മളങ്ങനെ റിസ്ക് എടുക്കാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഗെയ്സ് ഞങ്ങളുടെ പ്രവാസി പെട്ടിക്കകത്തുള്ളത്. മുമ്പേ ആണെങ്കിൽ ഒരു ശബ്ദം കേൾക്കുന്നില്ല, കടകടാന്നുള്ളത്. അത് ഞാൻ പിന്നത് ഇത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. അത് ഈ മാലയുടെ, ഞാൻ മാല ഇട്ടേക്കുമായിരുന്നു. ഈ മാല ഈ മൈക്കൽ ഒരഞ്ഞിറങ്ങുമായിരുന്നു ആ സൗണ്ട്. അങ്ങനെ ആ മാല ഊരി മാറ്റി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്തുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടും ഒക്കെയാണ് വേണ്ടത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ പുതിയ വീഡിയോ ആയിട്ട് ഇനി ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ ഇറ്റ്സ് മീ ആകാശ് സൈനിങ് ഓഫ്.